എന്താ പറയാൻ നിങ്ങളെ മുഖത്തൊരു കുണ്ടിതോ? എങ്ങനെ കൊണ്ടിതപ്പെടാതിരിക്കും കുഞ്ഞാക്കറേ? എന്തേ തങ്ങളെ പ്രശ്നം ഇഞ്ഞോട് പറയും. പുര ഉണ്ടാക്കാൻ കുറേ കടം വാങ്ങി. പുരപ്പണിയാണെങ്കിൽ ഏടി എത്തിയില്ല, കട ആണെങ്കിൽ ഏടോ എത്തുകയും ചെയ്തു. എന്നാ അങ്ങക്ക് ഇഞ്ഞോടൊരു വാക്ക് പറഞ്ഞുകൂടായിനു? എന്തേ പൈസ ഇഞ്ഞ് തരേനു? അല്ല അതിലൊന്ന് കുറച്ച് പൈസക്കും വേണ്ടീനു. ഒരൊറ്റ ഒന്നങ്ങ് തന്നാണ്ടല്ലോ. ഇറക്കുന്നവനെ തുറക്കാൻ നിൽക്കല്ല ഇഞ്ഞി. നിങ്ങൾ ചൂടായില്ലേ? ഞാൻ നോക്കുമ്പോൾ നമ്മൾ രണ്ടാളും ഒരേ തൂവൽ പക്ഷികളാ. എനിക്ക് തൂറലൊന്നുമില്ല. തൂവൽ തൂവൽ എന്നാ കുഴപ്പമില്ല. ഞമ്മക്കൊരു പിരിവിനിറങ്ങിയാലോ? പിരിവ് എൻ്റെ മോന്ത കണ്ട നമുക്ക് ആരെങ്കിലും ഞയാ പൈസ തരുമോ? അവറാൻകാ, ഈ കുഞ്ഞാക്കർ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ചെതലൊക്കെ അല്ലെങ്കിലും നടക്കും. ചെതലല്ല, ചിലത്. അല്ല, എന്താ എൻ്റെ പ്ലാന്? നമ്മൾ പിരിവിന് പോകുന്നു. ഇവിടെ ഒന്നുമല്ല, അങ്ങ് സൗദി അറേബ്യയിലും തുഫായിലും ഒക്കെ. ഓടാ അവിടുന്ന്. ഒരു കാലി ചായ കുടിക്കാൻ കേസേ പൈസ ഇല്ലാത്തവനെ അപ്പം ദുബായിൽ പോകണം. നമ്മൾ പോണത് വെറും അവറാനും കുഞ്ഞാക്കറും ആയിട്ടല്ല. പാൽമാറാടത്തിന് ദുബായിലെ ജയിലിലും കിടക്കാം. നിങ്ങൾ തോക്ക് കയറി വെടിവെക്കാണ്ട് പറയുന്നത് മുഴുവനും കേൾക്കി. നമ്മൾ പോണത് പ്രസിഡന്റ് അവറാനും സെക്രട്ടറി കുഞ്ഞാക്കറും ആയിട്ടാ. എന്തിൻ്റെ? ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെ. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നിട്ട് നമ്മൾ വിമാനം കാരണോ? എന്നിട്ട് ആടെത്തി നമ്മൾ മലയാളി പ്രവാസികളോട് പിരിവാട് തുടങ്ങണം. ഒരു തന്നില്ലെങ്കിലോ? പിരിവ് പോലും തരണമല്ലോ, പിന്നെന്തിനാ പോലും പ്രവാസിയായത്? അങ്ങനെയാണല്ലോ നാട്ടുകടപ്പ്. നമ്മൾ പിരിവിന് പോകണ ഈ സ്ഥാപനം ഇല്ലാത്തതല്ലേ? അതൊക്കെ ഉള്ളത് തന്നെ. പോരാത്തതിന് പിരിവിൻ്റെ 50% കമ്മീഷനും യാത്രാ ചെലവും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഓസിക്ക് സൗദിയും തുഫായും ഒക്കെ ഒന്ന് കണ്ടൂടെ? ഒരു ഉംറയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം എല്ലാ പിരിവും ഇങ്ങനെയാണ് നടക്കുന്നത്? എല്ലാ പിരിവും ഇങ്ങനല്ല, ഇങ്ങനെയും പിരിവ് നടക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരാൾ നമ്മളെ അടുത്തുണ്ട്. അപ്പം ഈ പാവം പ്രവാസികൾ പൊട്ടന്മാർ അല്ലേ? നമ്മളിപ്പോൾ എന്തിനാ ഒക്കെ നോക്കുന്നത്? നമുക്ക് നമ്മളെ കാര്യം നടന്നാൽ പോരെ? അത് മതി. എന്നാലും പാവം പ്രവാസികൾ